അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ കതിരുകൾ നിറച്ച ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രം അമേരിക്കൻ ജനതയും ഹൃദയത്തിലേറ്റുവാങ്ങി. ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററുകളിലെല്ലാം ജനങ്ങൾ ഏറെ ആവേശത്തോടെയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആദിവാസി സേവനത്തിനിടെ രക്തസാക്ഷിത്വം വരിച്ച സിസ്റ്റർ റാണി മരിയയെ കണ്ടത്. ജീവചരിത്രമാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് അമേരിക്കയിൽ സേവനം ചെയ്യുന്ന ബിഷപ്പുമാരും വൈദികരും ഏറെ താല്പര്യത്തോടെയാണ് പ്രതികരിച്ചത്. ഈ റാണി മരിയയുടെ ഈ വലിയ ഒരു സന്ദേശം, ജീവിത സന്ദേശം നമുക്കൊക്കെ ഒരു മാതൃകയായിരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ വിസ്തരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും ഇത് വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ മൂവിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഞാൻ നേർന്നുകൊള്ളുന്നു. കൂടുതൽ പേര് ഈ മൂവി കാണുവാനും അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിഷപ്പ് ജോയ് ആലപ്പാട്ട്. Hey guys, this is Father Joel Pius. Look, I'm pretty critical of movies, especially Indian movies to be honest, but this movie is actually good. Like, if you're ever wondering like what it means to be like Catholic and how to like actually like evangelize like we're supposed to, it's not usually just like just straight up telling people about Jesus. It's like living with people, walking with them, and then showing them the life of Jesus that way. And this movie does a good job. Like, I was literally holding my eyes like this so I wouldn't cry. So make sure you go see it. It's actually good. വിവിധ വിദേശ രാജ്യങ്ങളിലെ ചലച്ചിത്രമേളകളിൽ നിന്ന് ലഭിച്ച 40ഓളം അംഗീകാരങ്ങളുടെ നിറവിൽ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് കേരളത്തിലും മുന്നേറുകയാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, വിർജീനിയ തുടങ്ങിയ നഗരങ്ങളിലെ വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിൽ ചിത്രം ഇതിനോടകം പ്രദർശിപ്പിക്കപ്പെട്ടു. ഫ്രാൻസ്, കാനഡ, ഇറ്റലി, UAE, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലും ചിത്രത്തിന്റെ പ്രദർശനം തുടരുന്നു. I'm Father John Melipuram, Vicar General of the Diocese of Chicago. I watched the movie today. Saw the movie today. It's a very amazing movie. All the performances were very good. It has communicated a very good news to the entire generations too. No matter whether the elderly or youngsters, it has an inspiring movie promoting the value of Christian faith, witnessing Christian faith in the life and relationship as well. Not only for dedication, but also it's an encouraging, motivational movie. For all those who watch the movie, get inspired. I never watched the movie like this, and I never cry during the movie time. Not what happened, but this time, watching and following every steps, every moments, every dialogue, and very inspirational, very motivational to any generations to come. Especially for dedicated people, especially religious people, how they are working the missionary activities all around the country, all around the world as well. Especially downtrodden people. Thank God. God bless them. God bless them. Thank you. The Face of the Faceless. ആ മൂവി കണ്ട് ഇറങ്ങിയ അവസരമാണ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ ആദ്യമായിട്ടാണ് ഈ മൂവി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ചരിത്രം, അവളുടെ പ്രേക്ഷിത പ്രവർത്തന രംഗങ്ങൾ, അവൾ ഇടപെട്ടിട്ടുള്ള സാമൂഹിക പരിഷ്കാരത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ജനങ്ങളുടെ ഇടയിൽ ആയിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സ്വയം ജീവൻ അർപ്പിച്ചുകൊണ്ട് ത്യാഗത്തിൻ്റെതായ, ബലിയുടേതായ, സഹനത്തിൻ്റെതായ ജീവിതം നയിച്ച് മഹത്വത്തിൻ്റെതായ കിരീടമണിയാനുള്ള ഭാഗ്യം ലഭിച്ച വാഴ്ത്തപ്പെട്ട വിശുദ്ധ റാണി മരിയയുടെ ജീവിതം നമുക്കെന്നും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ ഈശോയ്ക്ക് സാക്ഷികളായി തീരുവാൻ ഒരു പ്രേക്ഷിത രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകം വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായരുണ്ട്, എല്ലാ വിധത്തിലും പെട്ട പേരിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളുടെ സമൂഹങ്ങളുണ്ട്. അവർക്കൊക്കെയും അവരിലൂടെയും മറ്റുള്ളവർക്ക് റാണി മരിയയുടെ ജീവിതം പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവളുടെ വിശ്വാസ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള, ദൈവവിളിക്ക് അനുസൃതമായി ജീവിക്കുവാനുള്ള സമർപ്പണത്തിൻ്റെതായ ജീവിതം വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള ചിത്രമാണ് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. ഇത് വിശ്വാസികൾക്ക് മാത്രമല്ല ഏവർക്കും കാണുകയും അതിൻ്റെതായ നല്ല ഭാഗങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ നവീകരിക്കാനുള്ള അവസരമാക്കി മാറ്റുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഇത് നിർമ്മിച്ചവർക്കും ഇതിൻ്റെ പ്രയോജനം എടുക്കുന്നവർക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും കൃപയും
അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. The Face of the Faceless is a very exciting movie inviting all of us to translate the message of love and Christian love, the commitment into our own life, and thereby to follow the Jesus, the Lord and God at His calling. Once again, I greet everyone and invite everyone to witness to this movie and have a part of this presentation and thereby to translate this message into our own lives. God bless you.